ഹലോ ഗൈസ്, ദിസ് ഇസ് മീ ജിപ്സി ഗേൾ. ഞാനിപ്പോൾ ഉള്ളത് മണാലിയിലാണ്. മണാലിയിൽ കന്യാൽ വില്ലേജിലാണുള്ളത്. അപ്പം ഇന്ന് ഞാൻ പോകുന്നത് ജോഗിനി ഫാൾസ് ആണ്. അപ്പം എല്ലാവർക്കും അറിയാം, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം അങ്ങോട്ടാണ് ഇന്ന് പോകുന്നത്. ഇപ്പം ഞാൻ കേട്ടിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മാപ്പിട്ട് ഏതൊക്കെ വഴി പോകുന്നുണ്ട്. ഇത് ഫുൾ വില്ലേജാണ്. നമ്മുടെ ഇവിടെ ഒരു മലയിലാണ് ഒരു വില്ലേജ് ഇരിക്കുക. ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് ഒരു 100 മീറ്റർ കയറി പോകണം. അങ്ങനെയൊക്കെയാണ്. അപ്പം വഴി എനിക്കറിയില്ല, ലൈക്ക് കൈൻഡ് ഓഫ് കാട്ടുവഴി പോലെയാണ്. പക്ഷെ ഇവിടെ വഴിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് വഴി അറിയില്ല ആക്ച്വലി. അപ്പോൾ എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ മാപ്പൊക്കെ ഇട്ട് എങ്ങനെയൊക്കെയോ പോകാമെന്ന് വിചാരിച്ചു. ആൾക്കാരോടൊക്കെ ചോദിച്ച് ഇവിടുന്ന് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹഡിംബ ടെമ്പിൾ, അവിടുന്ന് മണാലി ത്രൂ ജോഗിനി ഫാൾസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഇവിടുത്തെ വില്ലേജ് വഴികളൊക്കെ. ഇതുപോലെ വീടുകളുണ്ടാവും, കുറേ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. ഹഡിംബ ടെമ്പിളിലോട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 3.2 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പം നമുക്ക് മെയിൻ റോഡ് കൂടി പോവാം. കുറച്ചുകൂടെ ബെറ്റർ നമുക്ക് മെയിൻ റോഡാണെങ്കിൽ പിന്നെ വണ്ടി എടുത്ത് പോയാൽ മതി, അവിടെ നിന്ന് ഓട്ടോ കാര്യങ്ങളൊക്കെ കിട്ടും. ബട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഉൾവഴിയാണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു ട്രയലുണ്ട് ഇതുപോലെ. ഇപ്പോൾ നമുക്കിങ്ങനെ ഇടുന്ന കുറേ വ്യൂ ഒക്കെ കിട്ടും. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചാൽ ഇതാണ് വ്യൂ. കണ്ടോ, അവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്. പിന്നെ ഫുൾ താഴെ വില്ലേജ് കാര്യങ്ങളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ടൊരു ട്രയൽ. ഇങ്ങനെ നടന്ന് ഞാനിപ്പോൾ ഒരു അടിപൊളി പൈൻ ഫോറസ്റ്റിലെത്തി. കണ്ടോ, ഇതാണ് ഫുൾ പൈൻ ഫോറസ്റ്റ്. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കണ്ടോ, പൈൻ കോൺസ് നിറയെ വീണ് കിടക്കുന്നുണ്ട്. ഞാൻ 1-2 പെറുക്കി, പിന്നെ എത്ര പെറുക്കുമെന്ന് ആലോചിച്ചിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഡൈവേർഷൻസ് ഒക്കെ ഉണ്ടാവും. അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമ്മുടെ കയ്യിലൊരു മാപ്പ് ഉണ്ട്, ഒരു ആപ്പാണ്. അപ്പോൾ അതിൽ ട്രെയിൽസ് ഒക്കെ ഉണ്ടാവും ഓൾമോസ്റ്റ് എല്ലാം. നമ്മൾ ട്രെക്കിങ്ങിന് പോകുമ്പം കൺഫ്യൂസിങ് ആയിട്ടുള്ള വഴികളൊക്കെ ട്രെക്കിങ്ങിന് പോകുമ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള വഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് പല കൈൻഡ് ഓഫ് മാപ്പ്, ഓഫ്ലൈൻ മാപ്സ് കിട്ടും. അതായത് റോഡല്ലാതെ ട്രെയിൽസിൻ്റെ പാത്തുകളുള്ള മാപ്പുകൾ കുറേ കിട്ടും. കുറേ ഒന്നും ഉണ്ടാവില്ല, എന്നാലും മേജറായിട്ടുള്ള ട്രെയിൽസൊക്കെ എല്ലാം ഉണ്ടാവും. പിന്നെ നമുക്ക് അതിലുള്ളൊരു ആക്യുറസി വെച്ച് നമുക്ക് ഏകദേശം കണ്ടുപിടിച്ച് നമുക്ക് എത്താൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. ഹോപ്പ്ഫുള്ളി അവിടെ എത്തുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. പോകുന്ന വഴിക്ക് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ സ്ട്രീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടോ, അപ്പം നമുക്ക് വെള്ളമൊക്കെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ അരുവികൾ അല്ലെങ്കിൽ പൈപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാകും. ഇവിടുത്തെ ലോക്കൽസ് ഇങ്ങനെയാണ് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്ന് വെള്ളം ഫില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ഉണ്ട്. ട്രെയിനിൽ വരുന്ന വഴികളൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, ഭയങ്കര രസമാണ്. ഇത്ര നേരം ഞാൻ പൈൻ ഫോറസ്റ്റിൽ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയി വഴിയൊക്കെ. കാരണം ആൾക്കാർ നോർമൽ അവരുടെ വീടുകളിലേക്ക് നടന്നു പോകുന്ന വഴിയും നോർമൽ വഴിയും ഒക്കെ ഉണ്ട്. അപ്പം എനിക്കെല്ലാം കൂടെ കൺഫ്യൂഷനായിട്ട് പിന്നെ ഇങ്ങനെ നോക്കി എത്തി, കറക്റ്റ് ഈ വഴിയിലെത്തി. ഈ കാണുന്നതൊക്കെ ആപ്പിളാണ്. ഇങ്ങനെയാണ് ആപ്പിൾ തോട്ടങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ കണ്ടോ, ഭയങ്കര അടിപൊളി വഴിയാണ്. ഏകദേശം കുറച്ച് വീടുകളൊക്കെ കണ്ടു തുടങ്ങി. ഇപ്പം ഇത് വേറെ ഏതെങ്കിലും വില്ലേജ് ആയിരിക്കും. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ റോഡ് ഇപ്പോൾ കിട്ടിയത്. ഇതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ എത്തി. കുറച്ചുകൂടെ ഉള്ളു, ഒരു 300 മീറ്റേഴ്സ്. നമുക്ക് കുറേ സ്റ്റെപ്പ് കയറാണ്ട്. അമ്മേ കാണിച്ചരാ. ഇങ്ങനെ കുറേ സ്റ്റെപ്പ്. അയ്യോ അതൊരു നല്ല രസമുണ്ട്. പട്ടിയായി ഇപ്പം ഉണ്ടാറടങ്ങൻ. ഇവിടെ ഈ കയറ്റം ഇറക്കം. ഇതാണ് അവസ്ഥ. ഇതാണ് മണാലിയിലെ പ്രശസ്തമായ ഹഡിംബ ടെമ്പിൾ. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇതുപോലെ ചെമ്മരിയാട് പിന്നെ മൊയലൊക്കെ ഇട്ട് കുറെ ചേച്ചിമാർ ഇതിലേ നടക്കാറുണ്ട്. ലുക്ക്, ഇതുപോലെ പൂക്കൂടൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്നത് മണാലിത്തെ വേഷമൊക്കെ കെട്ടിയിട്ട് ഇവിടെയാണ്. നമ്മൾ ഈ ഫോട്ടോ ഒക്കെ കാണാറുണ്ടല്ലോ, മണാലി വന്നിട്ട് ഇങ്ങനെ അവിടുത്തെ ട്രഡീഷണൽ വേഷം ഇട്ട് പൂക്കൂടൊക്കെ വെച്ചിട്ട്. അത് ഇവിടെയാണ് കൂടുതൽ ഉള്ളത്. അപ്പം ഞാനിതിപ്പോൾ ടെമ്പിളിൽ കയറാൻ പോവാണ്. ഞാൻ എൻ്റെ ഉള്ളിലൊക്കെ നമുക്കൊന്ന് നോക്കാം.
ടെമ്പിളിൽ കയറാൻ നല്ല തിരക്കുണ്ട്, ക്യൂ ആണെന്ന് തോന്നുന്നു. ഭയങ്കര തിരക്കാണ്. അതെ, ആ കാണുന്നതൊക്കെ അമ്പലത്തിൽ കയറാനുള്ള ക്യൂ. അതുകൊണ്ട് ഞാൻ കയറുന്നില്ല എന്തായാലും. അമ്പലത്തില് ചുറ്റും തിരക്കാണ്, നിറയെ ആൾക്കാരുണ്ട്. ഇവിടെ ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല. ആ ടെമ്പിളിനെ ചുറ്റിപ്പറ്റിയുള്ള പൈൻ ഫോറസ്റ്റ്, അവിടെ പിന്നെ കുറച്ച് കഫേസ് കാര്യങ്ങള്, പിന്നെ ഇതുപോലെ ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാര്, എല്ലാരും ഇവിടെ ഇതിന്റെ ചുറ്റും ഒരു ബിസിനസ് മയമാണ് എനിക്ക് തോന്നിയത്. അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ ജോഗിനി ഫോള് പോവാനുള്ളത് കൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് തിരക്കിയപ്പോ തന്നെ ഉച്ചയ്ക്ക് 12:30 കഴിഞ്ഞു. ഗൈസ്, അങ്ങനെ ഞാൻ ജോഗിനി വാട്ടർഫോൾസിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അവിടെ മെയിൻ റോഡിൽ അവിടെ ഡ്രോപ്പ് ചെയ്തു ഓട്ടോക്കാരൻ. ഞാൻ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് 300 രൂപ പറഞ്ഞു. പിന്നെ പറഞ്ഞു ബഡ്ജറ്റ് കുറവാന്ന് പറഞ്ഞു 250 രൂപ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു അയ്യോ അത്ര ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആൾ വന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല 200 രൂപയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഇവിടുന്ന് പിന്നെ നമ്മൾ ജോഗിനി ഫാൾസിലോട്ട് ട്രെക്ക് ചെയ്തിട്ട് വേണം. കുറച്ച് പോകാൻ ഒരു 650 മീറ്റേഴ്സാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. സോ എന്തായാലും ഞാൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കാം. നല്ല വെയിലുണ്ട്. എന്താ അവിടെ അവസ്ഥ, എത്ര വെള്ളമുണ്ട് ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമുക്ക് ഈ കാണുന്ന പോർഷനെല്ലാം ക്രോസ് ചെയ്ത് മേലോട്ട് നടക്കണം. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ കുറച്ച് അധികം ഉണ്ട്. പിന്നെ നിറയെ ആൾക്കാരുണ്ട്. ഇന്ന് മൺഡേ ആണ്, പക്ഷെ എന്നാലും തിരക്കിനൊന്നും ഒരു കുറവില്ല. അപ്പം ഞാനിത് ക്രോസ് ചെയ്യട്ടെ. ഇത് ക്രോസ് ചെയ്ത് വന്നപ്പം കിട്ടിയ ഒരു വാട്ടർഫാൾ വ്യൂ ആണിത്. പക്ഷെ ഇതിലല്ല വരിക, നമ്മൾ വരുന്ന ഓപ്പോസിറ്റ് വഴിയാണ് വരേണ്ടത്. റിവർ ക്രോസ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ആ വഴിയാണ് മേലോട്ട് പോകേണ്ടത്. ഇത് വന്നപ്പോൾ ഇതിന്റെ ഈ ഒരു വ്യൂ കണ്ടില്ലേ, ഈ വ്യൂവിലാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ ശരിക്കുള്ള ഫോളിൽ പോകാൻ അതിന്റെ മേലോട്ട വഴി. ഞാൻ ആക്ച്വലി ഇത് കണ്ടില്ല, ഇങ്ങോട്ട് കയറിയപ്പോഴാണ് ആ വഴി ആൾക്കാർ കയറുന്നത് കണ്ടത്. അപ്പം ഇനിയിപ്പം അതിലൂടെ പോകണം. ഇനിയും ആ റിവർ ക്രോസ് ചെയ്യണം, കാരണം വെള്ളം ഭയങ്കര ഫ്രീസിങ്. കാലിങ്ങനെ മരവിച്ചിട്ട് എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ബട്ട് കണ്ടിട്ടേ പോവുള്ളൂ, ഇതുവരെ വന്നതാ. അപ്പൊ ഞാൻ തിരിച്ച് ഇറങ്ങിയിട്ട് അതിലേ പോവാ. ഇത് നമുക്ക് വരുന്ന വഴിക്കുള്ള ഒരു വ്യൂ ആണ്. കുറച്ച് അധികം നമുക്ക് ട്രയൽ ചെയ്യാനുണ്ട്, എളുപ്പമല്ല. നിറയെ സ്റ്റെപ്സ് കയറാനുണ്ട്. നല്ല ടയർഡാ. ജസ്റ്റ് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് പോയാലോ എന്നുണ്ട്. പക്ഷെ ടോപ്പിലേക്ക് ഇനിയും പോകാനുണ്ട്. ഇത് വിചാരിച്ച പോലെയല്ല, കുറച്ച് അധികം കയറാനുണ്ട്. വിജയ് സേതുപതി ക്യാമറയും ക്രൂ ഒക്കെ എങ്ങനെ ഇതിൻ്റെ മേലേക്ക് കയറിയെന്ന് എനിക്കറിയില്ല. അമ്മേ, ഓ, ഞാനിപ്പോഴും ഇനിയുണ്ട്, ഒരു കാൽഭാഗം കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട്. ഞാൻ കയറി തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഇപ്പോൾ ഓൾറെഡി 3 മണിയായി. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് വരണം, അപ്പോഴേക്കും ഇരുട്ടാവും. ആൻഡ് കുറച്ച് ഫുഡുണ്ട്, അതും കൂടെ കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോയിച്ചു. ഹാർട്ടൊക്കെ ടപ്പ് 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 എന്ന് ഇടിച്ചുകൊണ്ടിരിക്കുക. ഓ എൻ്റെ അമ്മേ, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. നോക്കൂ ഗൈസ്, ഐ am at Jogini Falls. I can't believe this, I made it alone. Oh my god. Guys, totally worth for the trail and the hiking. Oh my god, look at this. എൻ്റെ അമ്മേ, paradise man. ഓ, എനിക്കൊന്നും പറയാനില്ല, എനിക്ക് കരച്ചിൽ വരുന്നു ഗൈസ്. വാട്ടർഫോള് 2 ലെയർ ആയിട്ടാണ്. നമ്മൾ ടോപ്പിലുള്ളതാണ് ആദ്യം കണ്ടത്, ഇത് അതിന്റെ താഴെയുള്ള ലെയറാണ്. വാട്ടർഫോളിലോട്ട് ഏറ്റവും ടോപ്പിലോട്ട് 2 വഴി കയറാൻ പറ്റും. അപ്പം ഞാൻ വന്ന വഴിയെ അല്ല ഇറങ്ങുന്നത്. അപ്പൊ ഇറങ്ങുന്ന വഴിക്കാണ് ഈ ഒരു സെക്കൻഡ് ഒരു സംഭവം ഉള്ളത്. ഇത് അതിന്റെ താഴെയുള്ള ഒരു ഫോളാണ്. അങ്ങനെ സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് വരുന്ന വഴിക്ക് ഇത് കാണാം. ബെറ്റർ ഒരു വഴി കയറി ഒരു വഴി ഇറങ്ങാം, അപ്പൊ നമുക്ക് എല്ലാം കാണാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ നിന്നാണ് വാട്ടർഫോളിലോട്ടുള്ള ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇത് ക്രോസ് ചെയ്ത് അങ്ങനെ മേലെ പോയത്
ഈ ഒരു കടയുടെ അവിടുന്ന് ഇങ്ങനെ ഒരു വഴിയുണ്ട്. എവിടെ? ആ, ദേ ഈ വഴിയും ഇങ്ങനെ കയറിപ്പോകും. ഇതാണ് കുറച്ചുകൂടെ ഈസി. ഈസി അല്ല, ഈസി ട്രെക്കിംഗ് ആണ്. ഈസി ആണ്, പക്ഷെ ലോങ് ഡിസ്റ്റൻസ് കൂടുതൽ വരുന്നത് ലെഫ്റ്റ് അല്ല റൈറ്റിലോട്ടുള്ള വഴിയാണ് ലോങ് ആയിട്ട് വരുന്നത്. ഡിസ്റ്റൻസ് കുറവ് ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി പോകുന്നതാണ് ബെറ്റർ. അപ്പോ ട്രെക്കിങ്ങിന്റെ ഒരു എന്താ പറയാ റിവ്യൂ ചോദിച്ചാ കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഭയങ്കര ഹെവി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പുകളൊന്നും ഉണ്ടായില്ല. പക്ഷെ കുറച്ച് ദൂരം ഉണ്ട്. നമ്മൾ കുറച്ചൊന്ന് പ്രയത്നിക്കണം. പക്ഷെ ആ പ്രയത്നിച്ചതിന്റെ ഒക്കെ ഡബിൾ ഇരട്ടി അതിന്റെ മേലെ ഉണ്ട് മോനെ. അപ്പോ ജോഗിനി പോകുന്നവര് ശ്രദ്ധിക്കുക. ട്രെക്കിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കയറി പോകുക. അതാണ് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കുറവുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ സമയം 4:30 കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ റൂമിൽ പോകാനുള്ള പരിപാടിയാ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ഇട്ട് കാണാം. അപ്പോ അൻറ്റിൽ ദെൻ ജിപ്സി ഗേൾ, ടാറ്റ, ബൈ ബൈ.